സൈക്കോളജിയിൽ പഠിക്കാനുള്ള ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് റീപ്രഷൻ. റീപ്രഷൻ എന്ന് പറയുന്നത് അടിച്ചമർത്തൽ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അടിച്ചമർത്തി വെക്കുന്നതിനെയാണ് റീപ്രഷൻ എന്ന് പറയുന്നത്. ഡിനയൽ, നിഷേധിക്കുക. അതായത് നമുക്ക് ദേഷ്യമുള്ള ഒരാളെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് നിഷേധിക്കുക, അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് നിഷേധിക്കുക. അതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രക്ഷേപണം. നാം നമ്മുടെ തെറ്റ് വേറൊരു ആളുടെ മേലെ വെച്ച് കിട്ടുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സാമിൽ നല്ല മാർക്ക് കുറഞ്ഞെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരുന്നു, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് മുഴുവൻ വന്നിരുന്നത് എന്ന് പറയുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷനെ മാറ്റി വേറൊരു ഇമോഷൻ അവിടെ വെക്കുക. ഫോർ എക്സാമ്പിൾ, നല്ല കരച്ചിൽ വരുന്ന ഒരു കുട്ടി കരയുന്നതിന് പകരം ചിരിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയുടെ കരച്ചിൽ മറച്ച് വെക്കാൻ വേണ്ടി, ആ ഒരു സങ്കടം മറച്ച് വെക്കാൻ വേണ്ടി ചിരിച്ച് കാണിക്കുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയാം. അടുത്തതാണ് റേഷണലൈസേഷൻ. റേഷണലൈസേഷൻ എന്ന് പറയുന്നത് ഇറാഷണൽ ബിഹേവിയർ. അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ റിമോട്ട് എടുത്ത് വലിച്ചെറിയുക, അതുപോലെ ഗ്ലാസ് എടുത്ത് പൊട്ടിക്കുക, അതിനൊക്കെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളോട് വളരെ ദയാലുവായിട്ട് പെരുമാറുന്നതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബ്ലിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു ദേഷ്യമുള്ള കാര്യം അത് വേറൊരു ഫീൽഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുക. നല്ല